നമസ്കാരം. പുതിയ മുഖ്യമന്ത്രിക്ക് ഒരു ശാസ്ത്രജ്ഞൻ നൽകുന്ന ഉപദേശവും ഈ ശാസ്ത്രജ്ഞന് മറ്റൊരു ശാസ്ത്രജ്ഞൻ നൽകുന്ന മറു ഉപദേശവുമാണ് ഇന്നത്തെ റിപ്പോർട്ട്. ശൈലികമന്ത്രി ആരംഭിക്കുന്നു. പ്രധാന റിപ്പോർട്ടിലോട്ട് വരുന്നതിന് മുമ്പ് നേരിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് വിമാക്കും സെയിലിംഗ് കമന്ററിയും ഒക്കെ നേതൃത്വം കൊടുക്കുകയാണ്. ഈ ജൂലൈ 18 വാഗ്ദാനം ചെയ്ത ഗേറ്റ് തുറക്കുമെന്നുള്ള വാഗ്ദാനത്തിന്റെ ഒരു വാർഷികമാണ്. ജൂലൈ 18 ഒരു പ്രതിഷേധ പരിപാടി, പ്രതിഷേധ ജ്വാല സെക്രട്ടറിയുടെ മുമ്പിൽ നടപ്പാക്കുന്നു. നമ്മുടെ സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർ, അല്ലാതുള്ളവർ, പോർട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവരും ജൂലൈ 18 സെക്രട്ടറിയുടെ മുമ്പിൽ എത്തിച്ചേരുക. വരാൻ കഴിയുന്നവർ, പരമാവധി പേരെ സംഘടിപ്പിക്കാൻ കഴിയുന്നവർ 9847124633 ഒരു മെസ്സേജ് അയക്കുക. ഞാൻ പേര് പറയുന്നില്ല. ദീർഘനാളായി നമ്മുടെ തുറമുഖത്തെ തകർക്കാൻ മുന്നിൽ നിന്ന ഒരു ശാസ്ത്രജ്ഞനല്ല, ശാസ്ത്രജ്ഞൻ തന്നെയാണ്. അദ്ദേഹം നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഉപദേശിക്കുകയാണ്. ആ ഉപദേശത്തെ കേരളവും മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളെയുമാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ചെന്നൈ IITയുടെ, മദ്രാസ് IITയുടെ ഡയറക്ടർ തന്നെ അദ്ദേഹം മറ്റൊരു ലേഖനത്തിലൂടെ മറുപടി നൽകുന്നുണ്ട്. ഇവിടുത്തെ, ഞാൻ പേര് പറയുന്നില്ല, ആർക്കെങ്കിലും പേരറിയണമെങ്കിൽ ഞാൻ സ്വകാര്യമായിട്ട് അയച്ചുതരാം. കാരണം ഇത് ഒരു വാട്സാപ്പിലൂടെ കിട്ടിയതാണ്. അദ്ദേഹം തന്നെയാണോ എഴുതിയെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. കേരള സർക്കാരിനോടുള്ള അഭ്യർത്ഥന, അദ്ദേഹത്തിന്റെ കേരള സർക്കാരിനോടുള്ള അഭ്യർത്ഥനയാണ്. കേരള തീരത്തെ കൂടുതൽ തുറമുഖവൽക്കരിക്കുന്ന നയങ്ങൾ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. കൊച്ചി, വിഴിഞ്ഞം പോർട്ട് എന്നിവയ്ക്ക് പുറമെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നാളെ വരെ കൊച്ചി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പോ വിഴിഞ്ഞവും കൂടി അംഗീകരിച്ചു. ഇനിയിപ്പം മാറാൻ പറ്റില്ലല്ലോ. കൊച്ചി, വിഴിഞ്ഞം പോർട്ട് അപ്പൊ ഇനി മൂന്നാമതൊരെണ്ണം വരരുതെന്നാണ് ആഗ്രഹം. കൊച്ചി, വിഴിഞ്ഞം പോർട്ട് എന്നിവയ്ക്ക് പുറമെ വലിയ തോതിലുള്ള പുതിയ തുറമുഖ വികസനങ്ങൾ ജൈവ വൈവിധ്യത്തെയും തീരദേശ മണൽ പ്രവാഹങ്ങളെയും ബാധിക്കും. ഈ ജൈവ വൈവിധ്യം അറിയാമല്ലോ. വ്യാജ ജൈവ വൈവിധ്യങ്ങൾ വിഴിഞ്ഞത്തിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ ശ്രമിച്ച അതേ ടീമിൽപ്പെട്ട ആളാണ് ഇദ്ദേഹവും. കടൽ തീരങ്ങളെ ഗ്രണൈറ്റ് കല്ലുകളും ടെട്രാപോഡുകളും കൊണ്ട് മൂടുന്നത് വിനോദസഞ്ചാരത്തിനും പ്രകൃതിക്കും ഹാനികരമാണ്. കടൽ തീരത്തെ കടലിന് വിട്ടുകൊടുക്കുക എന്നതാണ് പുതിയ ശാസ്ത്രീയ ധാരണ. ഈ ധാരണ ആരുണ്ടാക്കിയതാണ്? ഇവരഞ്ചാറ് പേര് ചേർന്നുണ്ടാക്കിയ ധാരണയാണ്. ഈ ധാരണ മറ്റേ ശാസ്ത്രലോകം അംഗീകരിക്കുന്നില്ല. അപ്പോ ഏത് സ്കൂളാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിന് നേരിട്ടല്ലെങ്കിലും കൃത്യമായ ഒരു മറുപടി നൽകുന്നത് അതിലോട്ട് വരുന്നതിന് മുമ്പ്, ഇന്ത്യ മഹാരാജ്യം ചൈനയ്ക്ക് തുല്യമായ, ചൈനയേക്കാൾ കൂടിയ ജനസംഖ്യയുണ്ട്. ആ ജനങ്ങൾക്ക് എല്ലാവർക്കും, തീരദേശത്തുള്ളവർ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ പൗരനും മാന്യമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമാണ് സമൂഹത്തിൽ എല്ലാവർക്കും അല്പം മാന്യമായി ജീവിക്കാൻ കഴിയുക. ശാസ്ത്രജ്ഞന്മാർ മാന്യമായി ജീവിക്കുകയും വിദേശയാത്ര നടത്തുകയും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ വിദേശത്ത് പോയി സെമിനാറുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് പോലെ ഇവിടെയുള്ള സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും അങ്ങനെയൊക്കെ വളരണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, അവർക്ക് നല്ല വീടുകൾ ഉണ്ടാവണം, അവർക്ക് നല്ല യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവണം, അവരുടെയും ഭൗതിക സാഹചര്യങ്ങൾ വളരണം. അങ്ങനെ വളരണമെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ വളരണം. അതിന് നമുക്ക് ചൈനയുമായിട്ടൊരു താരതമ്യം ചെയ്യാം. നമ്മൾ വെറുതെ ചൈന വളരുന്നു, ചൈന കുതിക്കുന്നു എന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ സമുദ്രരംഗം മാത്രം എടുക്കാം, പോർട്ടുകളുടെ രംഗം. ഇന്ത്യക്ക് 13 പോർട്ടുകളുണ്ട്. മേജർ പോർട്ട് എന്ന് പറയുന്ന വിഴിഞ്ഞം മേജർ അല്ല, ഇപ്പോഴും വിഴിഞ്ഞത്തിനേക്കാൾ വലിയ 13 പോർട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പറയുന്നതല്ല, ഉണ്ട്. ചൈനയ്ക്ക് എത്രയാണെന്ന് അറിയാമോ? അതേ സ്ഥാനത്ത് 150-ലധികം ജൈവ വൈവിധ്യങ്ങൾ അവിടെയും ഉണ്ടെന്ന് ഓർക്കണം. 150-ലധികം വിഴിഞ്ഞം പോലുള്ള പോർട്ടുകളുണ്ട്, അല്ലെങ്കിൽ JNPT പോലുള്ള
പോർട്ടുകളുണ്ട്. മൈനർ പോർട്ട് നമ്മുടെ ഇവിടുത്തെ കൊല്ലം, അഴീക്കൽ, വിഴിഞ്ഞം എന്നൊക്കെ പറയുന്ന മൈനർ പോർട്ടുകൾ പോലെ ഇന്ത്യയിൽ 200 എണ്ണം ഉള്ളപ്പോൾ ചൈനയിൽ അതുള്ളത് 1800 ആണ്. അപ്പൊ ചൈന എന്തുകൊണ്ട് വളരുന്നു, ചൈന എന്തുകൊണ്ട് മുന്നേറുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ തുറമുഖങ്ങളുടെ കാര്യത്തിൽ ഈ അന്തരം മനസ്സിലാക്കണം. അവിടെ ഈ ശാസ്ത്രജ്ഞന്മാരില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ വളരുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ പടവലങ്ങ പരുവത്തിലാക്കിയിടുകയാണ്. ഇനി ഇദ്ദേഹത്തിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് മറുപടി നൽകുന്നത് അദ്ദേഹത്തിനേക്കാൾ സ്റ്റേച്ചറുള്ള ശ്രീ വി കാമകോടി, ചെന്നൈ IIT-യുടെ മദ്രാസ് IIT-യുടെ ഡയറക്ടറാണ്. വി കാമകോടി പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഇന്ത്യ ഹാസ് ആൻ 11,099. നേരത്തെ 7,500 പറഞ്ഞത് പുതിയ കണക്കനുസരിച്ച് അതിന്റെ നീളം കൂടിയിട്ടുണ്ട്. 11,099 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ, 1,298 ഐലൻഡ്സ് ആൻഡ് ആൻ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഓഫ് 2.3 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ്. ഇത്രയും ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോ വിഴിഞ്ഞം എന്ന് പറയുന്നത് 1 കിലോമീറ്ററേ ഉള്ളൂ ആകെ. 1 കിലോമീറ്ററിലെ പരമാവധി 2 കിലോമീറ്റർ. നിങ്ങൾക്ക് 11,099 കിലോമീറ്റർ ഉണ്ട്. 11,097 കിലോമീറ്ററോട് നിങ്ങൾ എടുത്തോളുക. വിഴിഞ്ഞത്തിന് നിങ്ങൾ ദേവിയത് എന്നിൽ ഔഷധ ഗുണമില്ല, എന്നെ കൊല്ലരുതെന്ന് പറയാറുണ്ട്. നിങ്ങൾ ദേവിയത് വിട്ടേക്ക്. ബാക്കിയുള്ളിടത്തെല്ലാം നിങ്ങളുടെ ജൈവ വൈവിധ്യവും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ശാസ്ത്രവും ഒക്കെ അവിടെ അപ്ലൈ ചെയ്യുക. അദ്ദേഹം പറയുന്നത്, കാമകോടി പറയുന്നത്, നിയർലി 95% ബൈ വോളിയം ഓഫ് ദ കൺട്രീസ് ട്രേഡ് മൂവ്സ് ബൈ സീ. ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ 95% കടലിലൂടെയാണ് ചരക്കുകൾ, ഇന്ത്യയുടെ ചരക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മില്യൺസ് ഓഫ് കോസ്റ്റൽ ഫാമിലീസ് ഡിപ്പെൻഡ് ഓൺ ദ ഓഷ്യൻ ഫോർ ദെയർ ലൈവ്ലിഹുഡ്സ്. ഈ ശാസ്ത്രജ്ഞൻ അതും പറയുന്നുണ്ട്. മില്യൺസ് ഓഫ് കോസ്റ്റൽ ഫാമിലീസ്, ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ത്യയിലെ ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഇപ്പൊ വികസനത്തിൽ അവരെയും ഈ ട്രേഡിനെയും തുറമുഖങ്ങളെയും എല്ലാം ഒരുപോലെ സംരക്ഷിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ദ പ്രൈം മിനിസ്റ്റർ മത്സ്യ സമ്പദ യോജന വിത്ത് ഓവർ 20,050 crore in approved projects is transforming fisheries and coastal livelihoods. അപ്പോൾ പോർട്ടുകൾ ഉണ്ടാക്കുക മാത്രമല്ല, സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം നിലവാരം ഉയർത്താൻ 20,050 കോടി രൂപയുടെ അപ്രൂവ്ഡ് പ്രൊജക്ട്സ് മത്സ്യമേഖലയിലുണ്ട്. അതും സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, അല്ലാതെ തുറമുഖങ്ങൾ മാത്രമല്ല വളർത്തുന്നത്. ദ പ്രൈം മിനിസ്റ്റർ ഗതിശക്തി ഫ്രെയിംവർക്ക് ടൈസ് പോർട്സ്, റെയിൽവേസ്, റോഡ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻ എ സിംഗിൾ ഡിജിറ്റൽ മാപ്പ്. ഇതെല്ലാം കൂടിയാണ് കൊണ്ടുവരുന്നത്, ഒരുമിച്ച് കൊണ്ടുവരികയാണ്. പോർട്ടുകൾ, റെയിൽവേ, റോഡ്സ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഇതിനെല്ലാം ഒരുമിച്ച് കാണുന്ന വിധത്തിലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി. ആൻഡ് ഹരിത സാഗർ, ഇവരുടെ പ്രധാനപ്പെട്ട നമ്മുടെ ശാസ്ത്രജ്ഞന്റെ കൺസേണിലോട്ട് വരികയാണ്. ആൻഡ് ഹരിത സാഗർ ഗൈഡ് ലൈൻസ് ആർ സ്റ്റിയറിംഗ് ഇന്ത്യസ് പോർട്സ് ടുവേർഡ് സസ്റ്റൈനബിലിറ്റി. ജൈവ വൈവിധ്യങ്ങളെ എല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് പോർട്ട് മേഖലയിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിഷൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം ശ്രീ കാമകോടി അദ്ദേഹത്തിന് നൽകുന്ന മറുപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഏഴാം കൂലികളാണ്, ശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് എത്താനുള്ള യോഗ്യത പോലും നമുക്കില്ല. ശ്രീ കാമകോടി അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറയുന്ന മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി എന്ന കണക്കാണ്. The Union Budget 2026-27 proposed the highest ever annual budget support of 2,761.80 crore for the fishery sector. ഇതിൽ കൂടുതൽ കൺസേൺ. അപ്പോൾ എഴുതുന്നയാൾ ഗവൺമെന്റിന്റെ ബജറ്റും അതുപോലുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് അദ്ദേഹം അടർത്തിയെടുത്ത് സസ്റ്റൈനബിലിറ്റിയും മത്സ്യമേഖലയും എങ്ങനെ ഈ രാജ്യത്ത് പരിരക്ഷിക്കപ്പെടുന്നു എന്ന് കാണിക്കുവാൻ, മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, സസ്റ്റൈനബിൾ ലിവിംഗ്, എല്ലാ ജീവജാലങ്ങളെയും ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയും, എല്ലാവർക്കും ഒരുപോലെ വളരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ആംബിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതും ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. ഇതെല്ലാം ഈ മത്സ്യമേഖലയിൽ IIT നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അവർ ഫ്രാൻസിൽ പോയി ഒരു എക്സിബിഷൻ നടത്തുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതൊക്കെ എഴുതുന്നത്. ഇൻ നവംബർ 2025 ഇറ്റ് ഡിപ്ലോയിഡ്, എന്ന് പറയുന്ന IIT ആണ്, ഇറ്റ് ഡിപ്ലോയിഡ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനസ്
vessel traffic management system at the Vizhinjam International Seaport inaugurated by the Prime Minister. നമ്മുടെ തുറമുഖത്തെയും അവര് പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ ആദ്യം പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ കണ്ണിൽപ്പെടില്ല. ഇന്ത്യയുടെ ഒരു പുരോഗമന സ്വഭാവമുള്ള നേട്ടങ്ങൾ ആദ്യം പരീക്ഷിച്ചത് വിഴിഞ്ഞം തുറമുഖത്താണ്. വേറെ 13 തുറമുഖങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് അവരവിടെ ചെയ്തില്ല? അത് പരീക്ഷിക്കാൻ പറ്റിയ ഏക തുറമുഖമായിട്ട് അവർക്ക് ഒരു പക്ഷേ വിഴിഞ്ഞം തുറമുഖം തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ ഏറ്റവും വലിയ അവരുടെ ഒരു നേട്ടം പോലും ഈ തുറമുഖത്താണ് നടപ്പിലാക്കിയത് എന്നുള്ളിടത്ത് ഈ തുറമുഖത്തിന്റെ പ്രാധാന്യം ചെന്നൈ IIT മാത്രമല്ല രാജ്യം മുഴുവൻ തിരിച്ചറിയുമ്പോഴും ബ്ലൂ ഇക്കോണമിയിലൂടെ തുറമുഖ നഗരങ്ങളിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി കാണുന്ന ഒരു സ്വപ്ന പദ്ധതിയെ തകർക്കുന്നതിലൂടെ ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് 30 വർഷമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഗൂഢതന്ത്രം. അതിപ്പോഴും അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് തുടക്കത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന സന്ദേശം. കേരള സർക്കാരിനോടുള്ള അഭ്യർത്ഥനയുടെ പൊള്ളത്തരം ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏതാണ്ട് പിടികിട്ടി കാണും.